ഹലോ. അപ്പോൾ നമ്മൾ വൈകിട്ട് കോളേജൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് കൊല്ലപ്പള്ളിയിലുള്ള ഒരു തട്ടുകടയിലോട്ട് പോയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ പണ്ട് മുതലേ ഇത് അവിടെ ഉണ്ടായിരുന്ന തട്ടുകടയായിരുന്നു. ഇപ്പോൾ അതൊന്ന് റെനോവേറ്റ് ചെയ്ത് കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പം അവിടെ ഫസ്റ്റ് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളവിടെ പോയിട്ടൊന്നുമില്ലായിരുന്നു. നല്ല ചൂട് ബജ്ജി നേരത്തെ ഒരു ബജ്ജിക്കടയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു ചെറുകടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ബജീസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഈ തവണ പോയപ്പോൾ ട്രൈ ചെയ്തില്ല. നമ്മൾ ട്രൈ ചെയ്തത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അവിടെ പിന്നെ ഡൈനിങ് സ്പേസും ഒക്കെ അത്യാവശ്യം നമുക്ക് ഇരുന്ന് കഴിക്കാനും പാർസൽ സൗകര്യം എല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പം അവിടെ ഈ ചട്നി ബജിയുടെ ഒക്കെ കൂടെ കൊടുക്കുന്ന ചട്നീസും ഒക്കെ എടുത്ത് വെച്ച് അതൊക്കെ നോക്കി ഞാനിങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. നമ്മൾ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഈ തട്ടുകടയിലാകുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കിയാണല്ലോ തരുന്നത്. അപ്പം ആ സാധനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ചൂട് കപ്പ് ബിരിയാണി. ആ കപ്പ് ബിരിയാണിയിൽ നിന്ന് ആ ചൂട് പോകുന്നതൊക്കെ നല്ല സെറ്റായിട്ടിട്ടുണ്ട്. കപ്പ് ബിരിയാണി അടിപൊളിയായിരുന്നു, ഒന്നും പറയാനായിരുന്നു. എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കപ്പ് ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ കപ്പയും മീൻ കറിയായിട്ട് വാങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ ഗ്രേവി മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കപ്പയും മീൻ കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തട്ട് ദോശയും ഓംപ്ലേറ്റും ആണല്ലോ ഏറ്റവും തട്ടുകട എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോമ്പോ. അപ്പോൾ നമ്മൾ ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഒരു ഫുൾ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. എന്നാൽ അവിടുത്തെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും ബൈ.